പഴയ വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല, ഫ്രഷ് ആയിട്ട് ഒന്നുമില്ല പടത്തിൽ. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. സെക്കൻഡ് പാർട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഫസ്റ്റ് പാർട്ടിനേക്കാളും ബെറ്റർ ആയത് എനിക്ക് ഇഷ്ടപ്പെട്ട കൂടുതൽ സെക്കൻഡ് പാർട്ടാണ്. പിന്നെ നെടുമുടി സാറിൻ്റെയൊക്കെ ആ ഒരു ക്യാമറ ഇതൊക്കെ വെച്ചെടുക്കണമെന്ന് പറഞ്ഞല്ല, പക്ഷെ അത് കറക്റ്റ് റിയൽ ആയിട്ട് തന്നെ തോന്നിയത്. അത് ഒരു നമുക്കൊരു ഗ്രൂപ്പിന് വെച്ച് ചെയ്യണ പോലും തോന്നിയില്ല, ഫീൽ ചെയ്തില്ല. കറക്റ്റ് റിയൽ തന്നെയാണ്. എനിക്ക് അത്രയും പിടിച്ചില്ല. 1 വെച്ച് സംബന്ധിച്ച് നോക്കുമ്പോൾ 2 അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പോലായിരുന്നു. ബോറടിക്കണ്ട്. ഫസ്റ്റ് ഹാഫ് നല്ല ലാഗ് ഉണ്ടായിരുന്നു, ബോറുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് കുറെ ചേസിങ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അധികം പിടിച്ചില്ല പടം. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, എനിക്ക് സെറ്റപ്പ് ആയില്ല. വിഷ്വൽസ് ഉള്ളതെന്ന് ശങ്കറിന്റെ മേക്കിംഗ് അറിയാല, ആ ലെവലിൽ പോണ്. അല്ലാണ്ട് പോരാ, എനിക്ക് വലുതായിട്ടൊന്നും ഇല്ല. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു, ഫസ്റ്റ് ഹാഫ് പോരാ. പിന്നെ ശങ്കറിന്റെ ഡയറക്ഷനൊക്കെ പൊളിയായിരുന്നു. കമലഹാസനും പൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. 3 കാണാനുള്ളൊരു ഇതുണ്ടോ? 3 കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഹിന്ദി ഫസ്റ്റ് കണ്ടിട്ടുണ്ടോ? ഫസ്റ്റ് കണ്ടു, പക്ഷെ തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ ഇഷ്ടം നന്നായിട്ട് തോന്നിയത്? ഫസ്റ്റ് ആണ് നന്നായിട്ടുള്ള ഫൈറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ഫൈറ്റ് കമലഹാസന്റെ 1 പോലെ തന്നെയാണ് പടം വർക്കായില്ല, ഒരു സുഖം തോന്നിയില്ല. 1 മതിയായിരുന്നു, 2 വരക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു തോന്നി. മൊത്തത്തിൽ ബോറടിയായിരുന്നു. കുറേ ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അവസാനം ട്രോളിൽ വരാൻ അവസ്ഥയുണ്ടോ? 3rd ഇറക്കാൻ പോകാന്ന് പറയണ്ട, അപ്പോൾ അതും വേണ്ടാന്ന രീതിയിലാണ്. എനിക്ക് അത്ര സുഖം തോന്നിയില്ല. മൊത്തത്തിൽ ഭയങ്കര കോമഡി ആയിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആണോ? അല്ല, വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലായിരുന്നു. എന്തായാലും അങ്ങനെയാവുള്ളൂ എന്ന് തോന്നിയായിരുന്നു. ശങ്കർ ഈ മാസ് മസാല കയറ്റിയിട്ടേ എല്ലാം എന്തോ പോലെ ആയിട്ടുണ്ട്. ആ ക്യാരക്ടർ അങ്ങ് വർക്കായില്ല. ഇതിൽ പ്രോസ്തെറ്റിക്കൊക്കെ വന്നിട്ട് സുഖമില്ല. 3rd പാർട്ടിൽ എന്തൊക്കെയോ കാണിച്ചു വെക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ കണ്ടിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അത് തന്നെ സെയിം. പിന്നെ അത് മാത്രമല്ല, മറ്റേ ക്രിസ്മസിന് ഏഷ്യാനെറ്റിൽ കാണാം പടം, അതേ ഉള്ളൂ. 3 മണിക്കൂറോളം ഓടുന്നുണ്ട്. 3 മണിക്കൂറും ലാഗൊന്നുമില്ല. ഡയറക്ടർ ബ്രില്യൻസ് ഉണ്ട്. ക്ലൈമാക്സിൽ ചേസിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. കമലിന് ആക്ടിങ് സ്കോപ്പ് ഇല്ല ഈ സിനിമയിൽ. 28 ഇയേഴ്സ് കഴിഞ്ഞ് വരുന്നതുകൊണ്ട് തന്നെ ആ പ്ലോട്ട് വിട്ടിട്ട് ഇവർക്ക് ഈ കഥ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അവിടെയാണ് സ്റ്റക്കായി നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ 3-ക്കുള്ള ലീഡ് ഒരു സിനിമ കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് ഓടുന്നുണ്ട്. അതിൽ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ 3 ഒരു 2025 വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു നല്ല സിനിമ ആയിരിക്കുന്ന എക്സ്പെക്ടേഷൻ ഉണ്ട്. ഇന്ത്യൻ 1-നായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ 1 നമുക്കൊരു പറയുകയാണെങ്കിൽ പലരും ജനിച്ചിട്ടുണ്ടാവില്ല. ഇപ്പം നിങ്ങൾ യൂട്യൂബ് എടുക്കുന്ന ആരായാലും ജനിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആവേശം ഇപ്പം ഇല്ല. അതങ്ങനെയാണ് അങ്ങനെ വരുള്ളൂ. അതിനായിട്ടൊരു കമ്പാരിസണും ചെയ്യേണ്ട. 2022 ഇപ്പോൾ വന്നിട്ടുള്ളത് ഇരുന്ന് കാണാം, അത്രയേ ഉള്ളൂ. ഇന്ത്യൻ 3-ക്കുള്ള ലീഡ് നന്നായിട്ടുണ്ട്, അടിപൊളിയായിരിക്കും, എക്സ്പെക്ട് ചെയ്യാം. എല്ലാം വർക്കായതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കമലഹാസൻ ആക്ടറും ശങ്കറിന്റെ ഡയറക്ടറും നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് ഒരു എക്സ്പെക്ടേഷനും ഇല്ല സിനിമ കാണാൻ വന്നത്. എനിക്ക് ട്രെയിലർ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഒന്ന് സിനിമ കണ്ടപ്പം എനിക്ക് വർക്കായി. ആക്ച്വലി മ്യൂസിക് മാത്രം എനിക്ക് മ്യൂസിക് എത്ര എ.ആർ. റഹ്മാൻ്റെ ആ ഒരു പോർഷൻസ് വരുന്നുണ്ടായിരുന്നു സിനിമയിൽ ഇടയ്ക്കിടയ്ക്ക്. ആ പോർഷൻസൊക്കെ ഗംഭീരമായി തോന്നി. പക്ഷെ അല്ലാതെ ക്രിയേഷൻ അത്ര സുഖകരമായി തോന്നിയില്ല. ഡെഫിനറ്റ്ലി അത് പുള്ളിയുടെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ അതൊരു ഫീൽ ചെയ്തില്ല. ഇട പോർഷനിൽ മാത്രമാണ് ഏതൊക്കെയോ 2-3 ഷോട്ട്സിലെ അത് അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്നുള്ളൂ. വേറൊരു ഡീപ്പായിരുന്നു ചെയ്തതെന്ന് തോന്നുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നൈസ് മൂവിയായിരുന്നു. കണ്ടു. വേറെ ഈ ഇന്ത്യൻ 2-ൻ്റെ തന്നെ വേറെ ഒരു ലെവലാണ് ഇന്ത്യൻ 3-യുടെ ട്രെയിലർ കണ്ടപ്പോൾ. കമലിൻ്റെ ഒരു യങ് കമലിനെയൊക്കെ നമ്മൾ കണ്ടു. അത് നൈസ് ആവും തോന്നുന്നു കുറച്ചും കൂടെ. ഇന്ത്യൻ വെച്ച് ഒരിക്കലും ഇന്ത്യൻ 2-നെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ ഒരു ക്ലാസിക് മൂവിയാണ്, ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ വന്ന മൂവിയല്ലേ. അത് വെച്ചിട്ട് ഒരിക്കലും ഈ ഫിലിമിനെ കമ്പയർ ചെയ്യാമെന്ന് ശരിയായി തോന്നുന്നില്ല. കമലഹാസന്റെ മേക്കപ്പ് ലുക്സ് അതൊക്കെ കുഴപ്പമുണ്ടായിട്ട് തോന്നിയില്ല. നൈസായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ഇന്ത്യൻ 3-ന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. അതെ ഷുവർ.
സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നോങ്ങാട് നമുക്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പുതിയൊരു കഥ ഇത് നമുക്ക് എല്ലാം നമുക്കറിയാം എന്താ പടത്തിൽ നടക്കണേ എല്ലാം നമുക്കറിയാവുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഇതാകുന്നില്ല ഒന്നും ആവില്ല ഒരാഴ്ച കൊണ്ട് പോകും ശരിക്കും കമ്പാക്ക് തന്നെയാണോ? ഇല്ല